അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓരോ ആഴ്ചയിലും പഠിക്കാനുള്ള ടോപ്പിക് നൽകും. ഇത് ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ ആണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന മൊഡ്യൂളിലെ വെറും 3 ടോപ്പിക് പഠിച്ചാൽ മതി ഈ ഒരാഴ്ച മാത്രം. ഏതൊക്കെയാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ വേസ്റ്റ് മാനേജ്മെന്റ്, വൈറ്റമിൻസ് പാർട്ട് 1. ഈ 3 ക്ലാസ്സുകൾ കാണുക. വീഡിയോ ക്ലാസ് ഉണ്ട്, പ്രിന്റബിൾ ഫോം നോട്ട് ഉണ്ട്. അടുത്ത ഞായറാഴ്ച 9 മണിക്ക് എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാനുള്ള പ്ലാൻ ഞങ്ങൾ പറഞ്ഞു തരും. ഓരോ ആഴ്ചയിൽ എന്ത് പഠിക്കണം. ഈ ആഴ്ച കമ്മ്യൂണിറ്റി മെഡിസിൻ ആണെങ്കിൽ അടുത്ത ആഴ്ച വരുന്നത് സർജറി ആയിരിക്കും, അടുത്തത് പീഡിയാട്രിക്. അങ്ങനെ ഓരോ വീക്കിലും ഓരോരോ മൊഡ്യൂളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മൊത്തം 11 മൊഡ്യൂളുണ്ട്. ഓരോ ആഴ്ചയിൽ നിങ്ങൾ പഠിക്കാൻ ടോപ്പിക്കുന്നവരും അത് പഠിക്കുക. ചില കുട്ടികൾ പറയും, സാർ ഞങ്ങൾ ആകെ 3 ടോപ്പിക്കൽ നിങ്ങൾ തന്നിട്ടുള്ളൂ, അത് പഠിക്കാൻ ഞങ്ങൾക്ക് 1 ദിവസം മതിയാകും, റിവിഷൻ ചെയ്യാൻ 1 ദിവസം മതിയാകും, പിന്നെയും കൊണ്ടല്ലോ 4 ദിവസം. നമ്മുടെ ആപ്പിൽ ഈ ക്ലാസ് മാത്രമല്ല, സർജറിയുടെ ക്ലാസ് കിടപ്പുണ്ട്, അത് കണ്ടു പഠിക്കാം. അതായിരിക്കും അടുത്ത ആഴ്ച നമുക്ക് എന്ത് സ്റ്റഡി പ്ലാൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾ പറയുന്ന ടോപ്പിക്ക് കൃത്യമായി പഠിച്ച് എക്സാം എഴുതണം. അത് കൂടാതെ എക്സ്ട്രാ ടോപ്പിക്ക് നമ്മുടെ ആപ്പിനകത്ത് ഉണ്ടാകും. സമയമുള്ളവരാണ് പഠിക്കുകയും ചെയ്യാം. ഇങ്ങനെ പഠിച്ചാൽ എന്താ ഗുണം? സിസ്റ്റമാറ്റിക് ആയിട്ട് 6 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആകും. വെറുതെ നിങ്ങൾ പഠിക്കുകയല്ല ചെയ്യുന്നത്, മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കുന്നു, ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നു, നമ്മുടെ നോട്ട്സ് പ്രിന്റ് എടുത്ത് പഠിക്കുന്നു, ശേഷം എക്സാം എഴുതുന്നു. ആ എക്സാം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റിൽ മാസ്റ്റർ കീ അക്കാഡമിയിലെ സ്റ്റുഡൻസിൽ നിങ്ങൾക്ക് എത്ര റാങ്കാന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നിങ്ങൾ വിജയിക്കാൻ ആവശ്യം എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. 9 പരീക്ഷകൾക്ക് 1-ാം റാങ്ക് നേടിയ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്കും ഞങ്ങൾ 1-ാം റാങ്ക് നേടും. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തേക്കുന്നത്. കൃത്യമായി പഠിക്കുക, കൃത്യമായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഉയർന്ന റാങ്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ ആണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, പഠനം ആരംഭിക്കുക. താങ്ക്